ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കാത്തലിക് മിററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ബഹുമാനോട് മാത്യച്ചനുണ്ട്, ഞാനുമുണ്ട്. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ചേട്ടാ, നമുക്കേ ഇത്തവണ വളരെ വേദനാജനകമായ ഒരു കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് നമ്മുടെ സഭയിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾ ഇപ്പോൾ സഭയിൽ നിന്ന് അകലുന്നതായിട്ടാണ് കാണുന്നത്. കുർബാനയ്ക്ക് വരാൻ അവർ മടി കാണിക്കുന്നു, കുമ്പസാരിക്കാൻ മടി കാണിക്കുന്നു. പണ്ടൊക്കെ ഓരോ പള്ളിയിലും വൈകുന്നേരങ്ങളിൽ ചെന്നിരുന്നെങ്കിൽ, ഓരോ ഇടവകളിലും ചെന്നിരുന്നെങ്കിൽ ഒരുപാട് യുവജനങ്ങൾ അവിടെ വരുന്നു കളിക്കാനായിട്ടും വികാരിയച്ഛൻ്റെ മുറിയുടെ ചുറ്റിലും ഒക്കെ ആയിട്ട് എന്ത് കാര്യത്തിന് വികാരിയച്ഛൻ വിളിച്ചാലും ഓടി വരാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം ഇത്തിരി പേര് വിദേശത്തേക്ക് പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ഇപ്പോഴുള്ള കുട്ടികൾ വികാരിയച്ഛൻ വിളിച്ചാൽ വികാരിയച്ഛൻ നമുക്ക് ബിരിയാണി മേടിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് പോകാൻ തയ്യാറാകുന്നത്. ഈ ഒരു മാറ്റം വലിയൊരു വേദനയല്ലേ? കാരണം മുൻപോട്ടുള്ള സഭയെന്ന് പറയുന്നത് യുവജനങ്ങളാണല്ലോ. ഇന്നത്തെ യുവജനമാണല്ലോ സഭയിൽ നാളെ നയിക്കേണ്ടവർ. അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇത് സംസാരിക്കുന്ന നമ്മളും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ചിന്തിക്കുകയും ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയുന്നത്, നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തന്നെ ഇതിൻ്റെ ഉത്തരം ഒന്ന് പറയണം, അല്ലേ? നിങ്ങളുടെ അഭിപ്രായം അത് ശരിക്കും പോസിറ്റീവായ രീതിയിലാണ് പറഞ്ഞു കേട്ടോ. കാരണം നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വളരെ ഭയാനകമൊരവസ്ഥയാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ ഞങ്ങൾ ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ അപൂർണങ്ങളാകൊണ്ട് നിങ്ങൾക്ക് ഈ കാര്യത്തിലുള്ള നല്ല കാഴ്ചപ്പാട് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം എന്ന് സ്നേഹപൂർവ്വം ഉറപ്പിക്കുകയാണ്. പിന്നെ ഈ കാര്യത്തിൽ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന ഒരു ചിന്ത, ആദ്യം തുടക്കത്തിൽ ഇങ്ങനെ സൂചിപ്പിച്ച് വന്നതുപോലെ യുവജനങ്ങൾ മാത്രമല്ല, എല്ലാവരിലുമുള്ളൊരു വിശ്വാസ പ്രതിസന്ധിയാണ്. അത് യുവജനങ്ങൾ വരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നു കുടുംബങ്ങൾ തന്നെയാണ്. കാരണം വിശ്വാസത്തിൻ്റെ ഏറ്റവും തുടക്കം കുടുംബത്തിലാണല്ലോ. കുടുംബത്തിലെ പേരൻസിന് വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ അവർ പള്ളിയിലേക്ക് മാംസം മുക്കാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രാരംഭ രൂപവുമായിരിക്കുന്ന കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസ ശോഷണങ്ങളാണ് പിന്നീട് അവിടെ നിന്നുള്ള സെമിനാറിലേക്ക് പോകുന്നത്, സന്യാസ ഭവനിലേക്ക് പോകുന്നത്, കുടുംബജീവിതത്തിലേക്ക് പോകുന്നത്. അപ്പം ആ കുടുംബത്തിലെ ആ ഒരു വിശ്വാസത്തിൻ്റെ കുറവുകൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന് തോന്നുന്നു. പിന്നീട് അതിനുള്ള ഒരു കാരണങ്ങൾ പലത് അന്വേഷിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് കുടുംബങ്ങളിൽ വിശ്വാസം കുറഞ്ഞു പോകുന്നു? ഇനി പെട്ടെന്ന് തോന്നുന്നൊരു കാര്യം, ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ ഈ സുഗുരോലുപത അങ്ങനെയുള്ള കാര്യങ്ങൾ വളർന്നു വന്ന് വിശ്വാസം കുറയ്ക്കുന്ന ഈശ്വരനെ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ നമ്മൾ പോലും അറിയാതെ സൗകര്യങ്ങൾ വർദ്ധിച്ച് നമുക്ക് പെട്ടെന്ന് ചിന്ത വന്നതേ, പണ്ടൊക്കെ നമ്മുടെ കടയിൽ ചെന്ന് ഉള്ളിക്ക് 100 രൂപ, 100 രൂപയോ, നമ്മൾ കുറച്ച് തർക്കിക്കുകയും കുറച്ച് ചർച്ച ചെയ്യുകയും ചെയ്യും. ഇന്ന് 100 150 വന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസ എടുത്ത് കൊടുത്തിട്ട് അങ്ങ് പോരും. അങ്ങനെ ഒരു ഒരു പിന്നെ ഇല്ലാത്തവർക്ക് ഒരു ഇല്ലായ്മ ഉണ്ടെങ്കിൽ തന്നെയും അനേകർക്ക് ഒത്തിരി ഒരു സമൃദ്ധിയുണ്ട്. ഇല്ലാത്തവരാണെങ്കിൽ തന്നെ ഇപ്പം ഗവൺമെൻറ്റൊക്കെ ആണെങ്കിൽ പല സൗജന്യം കൊടുക്കുന്നതനുസരിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചുള്ള സാഹചര്യം ഉണ്ടായി വരുന്നുണ്ട്. ഗവൺമെൻറ് ഈയിടെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു ലൗകികമായ ഒരു സമൃദ്ധിയൊക്കെ വരുന്നതനുസരിച്ച് ഈ വിശ്വാസത്തിൻ്റെ ഒരു കുറവ് ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ ഈ ദാരിദ്ര്യമെന്ന ഒരു പുണ്യം തന്നെ നമ്മളെ ദൈവം പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നത്. കാരണം സമ്പത്തും അല്ലെങ്കിൽ സമ്പത്തിനോടുള്ള ആകർഷണവും വിശ്വാസം തമ്മിൽ ഭയങ്കര ഒരു വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ അതൊരു കാരണമായിരിക്കും. മറ്റൊന്ന്, മുൻകാലങ്ങളിലൊക്കെ ഇപ്പോഴുള്ളതുപോലുള്ള ധ്യാനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള കാലങ്ങളിൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു കാമ്പുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പം അന്നൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് റോഡ് സൗകര്യമൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു സ്ത്രീ പ്രസവ സമയമായി, വണ്ടിയില്ല, ഹോസ്പിറ്റലും ഇല്ല. പിന്നെയുള്ള ഏക വഴി എന്താണ്? ചങ്കുപൂട്ടി ഒറ്റ വിളിയാണ്, എൻ്റെ ഈശോയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നേഴ്സും വേണം, ഡോക്ടറും വേണ്ട, വീട്ടിൽ സുഖപ്രസവമാണ്. ഇന്ന് എല്ലാ സൗകര്യങ്ങളുമായി ഹോസ്പിറ്റലിൽ പോയാലും പ്രസവം നടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ അത്രമാത്രം അന്നുള്ള ദൈവാശ്രയത്തിന് ജനുവിനായിരുന്നു. ഇന്നിപ്പം അങ്ങനെയല്ല. ഇന്നുള്ള വിശ്വാസം പലപ്പോഴും ഉപരിപ്ലവമായിട്ട് പോവുകയാണ്. ഉപരിപ്ലവമായ വിശ്വാസം നമ്മൾ മക്കൾക്ക് കൈമാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരിലേക്കൊന്നും ചെല്ലുകയില്ല. അപ്പം ഈ സമീപകാലത്ത് കുറച്ച് വർഷങ്ങളായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസ പ്രചരണങ്ങളൊക്കെ പലപ്പോഴും ഉപരിപ്ലവമായിട്ട് പോകുന്നു. കാരണം യുവജനങ്ങൾ നമ്മളെ ഒത്തിരി ശ്രദ്ധിക്കുന്നവരാണല്ലോ. യുവജനങ്ങൾ ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്നവരാണ്. സമൂഹത്തിലുള്ള മറ്റുള്ളവരെക്കാൾ ഉപരിയായിട്ട് ഏറ്റവും അധികം ചുറ്റുപാട് ശ്രദ്ധിക്കുന്നവർ യുവജനങ്ങളാണ്. അതുകൊണ്ട് ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളിൽ കാമ്പില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവരതിലേക്ക് ശ്രദ്ധിക്കത്തില്ല. അപ്പം ചെസ്റ്റേട്ടൻ പണ്ട് പറഞ്ഞതുപോലെ അതൊക്കെ സംഭവം കേട്ടിട്ടാണ്,
ഒരാളൊന്ന് ജസ്റ്റിനോട് ചോദിച്ചു, നമ്മുടെ പള്ളികളിൽ ആളുകൾ ഇങ്ങനെ കുറഞ്ഞു പോകുന്നു, സിനിമാശാലകൾക്ക് ആട് കൂടിക്കൂടി വരുന്നു, എന്താ കാരണം? അപ്പം ജസ്റ്റൻ പറഞ്ഞു, സിനിമാശാലകളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതുപോലെ നന്നായിട്ട് അവതരിപ്പിക്കുന്നു. ഉള്ളതുപോലെ നമ്മുടെ പള്ളികളിൽ ഉള്ള കാര്യം ഇല്ലാത്തതുപോലെ തോന്നിക്കത്ത രീതിയിലേക്ക് ഒരു വൈകാരികമായ ഒരു അനുഭവമൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളെ വിശ്വാസത്തെ ഒരു ഭയങ്കര അതൊരു വൈകാരിക അനുഭവമാകത്തക്ക രീതിയിൽ ജീവിതബന്ധിയായിട്ട് എത്തിക്കുന്നതിലേക്ക് പലപ്പോഴും നമുക്ക് ആ വിശ്വാസം കൈമാറുന്നവരിൽ, അത് സഭയിലാണെങ്കിൽ സഭാധികാരികളാണ്, കുടുംബത്തിലാണെങ്കിൽ കുടുംബനാഥന്മാരുമൊക്കെ നാഥകളുമൊക്കെ വരുത്തുന്ന വീഴ്ചകൾ യുവജനങ്ങളെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, യുവജനങ്ങളൊക്കെ ജീവിതത്തിലേക്ക് വരുന്നതേ ഉള്ളൂ. അപ്പോൾ എവിടെ നിന്നൊക്കെയോ അവർക്ക് കിട്ടിയ കാര്യങ്ങളാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അവരെ സ്വയമായി കണ്ടെത്തുന്ന സമയം വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇടവക ദേവാലയത്തിൽ നിന്നും, ഇടവക വികാരിയിൽ നിന്നും, സന്യസ്തരിൽ നിന്നും, മാതാപിതാക്കളിൽ നിന്നും, അങ്ങനെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ കിട്ടിയ കാര്യങ്ങളാണ് ഇപ്പോൾ അവരിലുള്ളത്. അപ്പോൾ ആ കിട്ടുന്ന സോഴ്സുകൾ മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്ക് വരുന്ന കാര്യങ്ങളിലും ഒരു കുറവുണ്ടാകുമല്ലോ. അതുകൊണ്ട് യുവജനങ്ങളുടെ ആ ഒരു വിശ്വാസ ശോഷണത്തിൽ അവരെ പൂർണ്ണമായും കുറ്റപ്പെടുത്താൻ പറ്റുക എന്നുള്ള ചിന്തയാണ് എനിക്ക് ഈ കാര്യത്തിലുള്ളത്. അച്ഛൻ ഇതിനെക്കുറിച്ച് എന്താ? എനിക്ക് പറയാനുള്ളത് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. അതുപോലെ വളരെ ഈക്വലായിട്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സഭാ അധികാരികളോട്, വൈദികരോടും സമർപ്പിതരോടും ഈവൻ പിതാക്കന്മാരോട് ഉൾപ്പെടെ യുവജനങ്ങൾക്കൊരു ഇഷ്ടക്കേട് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതാണ്, അവർ പറയുന്നത്, ഒന്ന്, അവരുടെ ജീവിത പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ തക്ക രീതിയിലുള്ള സഹായം സഭയിൽ നിന്ന് പലപ്പോഴും ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർ പങ്കുവെക്കുന്നുണ്ട്. രണ്ടാമത് അവർ പറയുന്നത്, സഭയുടെ മിനിസ്ട്രികളെല്ലാം പണ്ട് ശുശ്രൂഷയായിരുന്നു. പണ്ടെന്താണ്, നമ്മുടെ ഹെൽത്ത് സർവീസ് ആയിരുന്നു. ഇപ്പം ഹെൽത്ത് സർവീസ് എന്നുള്ളത് മാറിയിട്ട് ഹെൽത്ത് ഇൻഡസ്ട്രിയായി, ഒരു ബിസിനസ്സായി. എഡ്യൂക്കേഷണൽ സർവീസ് ആയിരുന്നു, അത് എഡ്യൂക്കേഷണൽ ബിസിനസ്സായി. അപ്പം ഇങ്ങനെ സഭ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ വായിൽ നിന്ന് തന്നെ വരുന്ന കമൻറ്റുകളാണ് ഇതെല്ലാം. അവിടെ അവർക്ക് പ്രത്യേകിച്ച് പ്രാതിനിധ്യം കിട്ടുന്നുമില്ല. അവർ ചോദിച്ചൊരു ചോദ്യമാണ്, നമ്മുടെയൊക്കെ പണം കൊണ്ടുണ്ടാക്കിയ സ്ഥാപനങ്ങളിൽ പോലും നമുക്ക് ഒരു പ്രാധാന്യമോ പ്രാതിനിധ്യമോ ഒന്നും കിട്ടുന്നില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സഭ കുറച്ചുകൂടി ഇവരുടെ വോയിസിനെ ശ്രദ്ധിക്കുകയും അതിനോട് ക്രിയാത്മകമായിട്ട് സഭാ നേതൃത്വം അതിന് പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ, അതായത് ഞങ്ങളുടെ സ്വരം ശ്രദ്ധിക്കപ്പെടുന്നു എന്ന് കേൾക്കുന്നിടത്ത്, ഞങ്ങൾ വിലമതിക്കപ്പെടുന്നു എന്ന് തോന്നുന്നിടത്തേക്ക് ആൾക്കാർക്ക് പോകാൻ താല്പര്യം ഉണ്ടാകും. അപ്പോൾ ആ ഒരു മേഖലയിൽ കുറച്ചുകൂടി സഭാ നേതൃത്വവും ഉണരേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഇത് പറഞ്ഞുകൊണ്ട് പറയുകയത്, ഇപ്പോൾ ഇപ്പം വൈദികർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യുവജനങ്ങളോടൊക്കെ ഉള്ള ഇടപെടലിൽ, ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു 5-6 വയസ്സുള്ള 8-10 വയസ്സുള്ള പിള്ളേർ ഇപ്പോൾ വളരെ മനസ്സുകൊണ്ട് ആക്റ്റീവാണ്. അതുകൊണ്ട് സൺഡേ സ്കൂളിൽ വരുന്ന ആ കുട്ടികളോടും അവരോടൊക്കെയുള്ള ഇടവക വികാരിമാരുടെയൊക്കെ പെരുമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് ആ രീതിയിൽ. അപ്പോൾ അത് നല്ല രീതിയിലൊക്കെ അവർ നല്ലൊരു സ്നേഹവും അവരിലേക്ക് വിശ്വാസം പകരുന്നതുമായ ജീവിതശൈലിയും ഇടപെടലുമൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി തീരും. സഭയുടെ ആകർഷണം ഉണ്ടാകും. സഭയിലേക്ക് ഒരു കാര്യം ഉറപ്പാണ്, സഭയിലേക്ക് വിശ്വാസം ആകർഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈദികർ തന്നെയാണ്. വൈദികരും മെത്രാന്മാരും സന്യസ്തരും അവർ തീഷ്ണതയുള്ള ജീവിതം നയിച്ചു കഴിഞ്ഞാൽ അതിനോളം വരികയില്ല സഭയിലേക്ക് ആകർഷണം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആളുകളുടെ ഉള്ളിൽ അറിയാതിരിക്കുന്നൊരു കാര്യം, സഭയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്രാന്മാർ, അച്ഛന്മാർ, സിസ്റ്റേഴ്സുമാണ്. അതെ. അതുകൊണ്ട് ഇവർക്ക് വീഴ്ച വന്നു കഴിഞ്ഞാൽ സഭ പോയി എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇവർ ഈ 3 കൂട്ടം ആളുകൾ, എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും തീഷ്ണ ഉള്ള വ്യക്തികൾ ശരിയായ രീതിയിലേക്കൊരു ജീവിതശൈലി കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് നല്ലൊരു ആകർഷണം സഭയിലേക്ക് ഉണ്ടാകുമെന്നാണ് എനിക്കതിൽ പറയാനുള്ളത്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളെയൊക്കെ നല്ല അഭിപ്രായം മറ്റുള്ളവരെ കേൾക്കുന്നവരുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു എന്താ പറയുക, ഒരു അഭിപ്രായ പ്രകടനം നടത്തി വിട്ടുകളയേണ്ട ഒരു വിഷയമായിട്ടല്ല, ഇതൊരു ശരിക്കും അടിയന്തരമായിട്ട് പരിഹരിക്കപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യമാണെന്ന തിരിച്ചറിവിൽ ദൈവത്തിൻ്റെ കൃപയും കരുണയും ഈ ഒരു വിഷയത്തിലുണ്ടായി ദൈവം സഭയോട്, നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ സഭകളോട്, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയോട് കരുണ കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വീകരിക്കട്ടെ.